സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നോമ്പിൻ്റെ വലിയ നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ദിവസം കൂടുതലായിട്ട് ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അടക്കി ആത്മാവിനെ മുന്നിൽ കൊണ്ടുവരാം. ആത്മാവ് നമ്മളുടെ ജീവിതത്തെ നയിക്കണം. നമ്മുടെ ആത്മാവിലാണ് ദൈവം വസിക്കുന്നത്. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തെ നയിക്കണമെങ്കിൽ ആത്മാവ് നമ്മളെ നയിക്കണം, നമ്മുടെ ഉള്ളിലെ ആത്മാവ്. അപ്പം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവം വസിക്കുമെന്ന് യോഹന്നാൻ 14:23 ഈശോ പറഞ്ഞൊരു വചനം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ഈശോ പറഞ്ഞ എൻ്റെ വചനം നിങ്ങൾ പാലിക്കുന്നെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾ പിതാവും പുത്രനും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അപ്പം നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു ദൈവം, ആത്മാവായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, അത് നമ്മൾ അറിയണം, വിശ്വസിക്കണം. നമ്മൾ അതിലേക്ക് നമ്മളെ കൂടുതൽ ബോധവൽക്കരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ നോമ്പ് കാലം. ഇപ്പം നമ്മൾ മാനുഷികമായ എപ്പോഴും നമുക്ക് വായി തോന്നുന്നത് വിളിച്ചു ആരോടും തർക്കിക്കും, എന്ത് പറഞ്ഞ് നമ്മൾ ദൈവികമായ ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വാസമില്ല. നമ്മുടെ ഈ ലോകത്തിൻ്റെതായ ശരീരവും മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ഒക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവിക കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്കൊരു താല്പര്യമില്ല. കാരണം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എന്ന് പറയുമ്പോൾ അവിടെ വസിക്കുന്ന ആരാ? ദുഷ്ടാരൂപി. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമത്രയും. അപ്പം നമ്മുടെ ശരീരത്തെയും മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവായ ദൈവം, പരിശുദ്ധ ആത്മാവായ നമ്മുടെ ആത്മാവിൽ വസിക്കാൻ നാം അനുവദിച്ചാൽ നമ്മുടെ ആത്മാവിൽ ദൈവം നമ്മളെ മുന്നിൽ നയിക്കും. നമ്മുടെ ആത്മാവ് നമ്മളെ നയിക്കും. ഇന്നത്തെ സുവിശേഷം അങ്ങനെയാണ് പറയുക. ലൂക്ക 4-ാമത്തെ അധ്യായം, മരുഭൂമിയിലെ പരീക്ഷ. യേശുവിൻ്റെ 40 രാവും 40 പകൽ യേശു മരുഭൂമിയിൽ ആയിരുന്നു, പ്രാർത്ഥനയിൽ ആയിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ. അപ്പോൾ വചനം പറയുകയാണ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ശരീരത്തിന്റെ ആഗ്രഹമായിരുന്നെങ്കിൽ ഈ ഭൂമി നല്ല സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരുടെ പ്രശംസയും ഒക്കെ ആയിട്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ അടയാളങ്ങളും അത്ഭുത രോഗശാന്തികളിൽ എന്തുമാത്രം ആൾക്കാരാണ് ചുറ്റും കൂടിയിരിക്കുന്നത്. അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ശരീരവും മനസ്സുമാണ് യേശുവിനെ നയിച്ചിരുന്നെങ്കിൽ യേശു അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചേനെ. എന്നാൽ വേണ്ട, ആത്മാവ് ഒന്നും വേണ്ട, ആരുമില്ലാത്ത, ആരും കാണാത്ത, ആരുടെയും പ്രശംസയില്ലാതെ മരുഭൂമിയിലെ ഭക്ഷണമൊന്നുമില്ല. ആ മരുഭൂമിയിലേക്ക് ആത്മാവാണ് യേശുവിനെ നയിച്ചത്. യേശുവിന്റെ ആത്മാവിൽ നമുക്കറിയാം, ജോർദാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപന്റെ രൂപത്തിൽ അവന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ആത്മാവിനെ നയിച്ചുകൊണ്ട്, ആത്മാവ് നയിക്കുമ്പോൾ യേശുവിന്റെ ശരീരവും മനസ്സും, യേശു നടന്നാണ് പോയത്. കാലും കൈയും ഒക്കെ അനക്കി ശരീരം യേശുവിന്റെ ആത്മാവിന്റെ പിന്നാലെ പോവുകയാണ്. നമ്മളും ഈ നോമ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങളൊക്കെ അടക്കി നമ്മുടെ ആത്മാവിന്റെ പിന്നാലെ പോകാനായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട ഈ പരീക്ഷ ശരീരത്തിലേക്കും മനസ്സിലേക്കും തിരിച്ചു പോകാൻ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളും മനസ്സിന്റെ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി പിശാച് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. നമ്മളെപ്പോലെ ഇറച്ചി വെള്ളിയാഴ്ച, ഇപ്പം വെള്ളിയാഴ്ചകളിൽ ഇറച്ചി വേറെ എന്തൊക്കെ കഴിക്കാം അല്ലേ? വെള്ളിയാഴ്ചകളിൽ മാത്രം, അമേരിക്കയിൽ അങ്ങനെയുള്ളൂ, വെള്ളിയാഴ്ചകളിൽ മാത്രം ഇറച്ചി കഴിക്കേണ്ട, ബാക്കി എല്ലാ ദിവസവും കഴിക്കാം എന്നുള്ളതിലാണ് നോയമ്പ് നമുക്കിവിടെ. പക്ഷെ യേശു ഇറച്ചി പോയിട്ട് ഒന്നും കഴിച്ചില്ല. യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ പൂർണ്ണമായും ശരീരത്തിൻ്റെ വിശപ്പെന്ന് പറഞ്ഞത് ശരീരത്തിൻ്റെ ഒരു വലിയ കാര്യമാണല്ലേ. വിശപ്പ്, നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ ശരീരം തളർന്നു വീഴും. അപ്പം വിശപ്പിൻ്റെതായ മേഖലയെ യേശു അടക്കി വെച്ചുകൊണ്ട് ആത്മാവുമായി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു യേശുവിന്.
അപ്പോൾ യേശുവിന് ശരീരം വിശക്കാൻ തുടങ്ങി. നല്ലതായിട്ട് വിശന്നു. 40 തോർത്തേക്ക് വെള്ളം കുടിക്കുമായിരിക്കും തീർച്ചയായിട്ടും. മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത്. അപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടായിരിക്കാം, അത് പറയുന്നില്ല, ഞാൻ ചിന്തിക്കുകയാണ് അങ്ങനെയാണ്. അവനപ്പോൾ വിശന്നു. അപ്പോൾ പിശാച് അടുത്തു വന്ന് അവനോട് പറഞ്ഞു. നോക്കണം, യേശുവിന് വിശന്നപ്പോൾ പിശാച് തക്കം നോക്കിയിരിക്കുകയാണ്. ഒരു അവസരം കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വികാരങ്ങളുടെ മേഖലയിലാണ്, വിചാരങ്ങളുടെ ശരീരത്തിന്റെ മേഖലയിലാണ് സാത്താൻ കടന്നു വരിക. പല വികാരങ്ങളുള്ളപ്പോൾ അതിലൂടെ സാത്താൻ പ്രവേശിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ വചനം പാലിക്കുന്നില്ലെങ്കിൽ, സൂക്ഷിക്കുന്നില്ലെങ്കിൽ തിന്മ നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇല്ല, അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അല്ലേ, യേശുവിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയായിട്ടായിരിക്കാം പിശാച് ഒരു ചിന്ത ഇട്ട് കൊടുത്തു. കാരണം എല്ലാ അധികാരവും ഉള്ളവനാണ് ഈശോ, സൃഷ്ടാവും കർത്താവുമാണ്. ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറഞ്ഞാൽ അത് അപ്പമായി തീരും. നല്ല രുചിയുള്ള കല്ലിൽ ചുട്ടെടുത്ത അപ്പമായി തീരും. നമ്മൾ കാണുന്നുണ്ട് ഏലിയായിക്ക് വിശന്നപ്പോൾ നല്ല കല്ലിൽ ചുട്ടെടുത്ത അപ്പം കൊടുത്ത ഒരു ദൈവമാണ്. കാക്കയെ കൊണ്ട് ഇറച്ചിയും അപ്പവും കൊണ്ട് കൊടുത്ത ഒരു ദൈവമാണ്. ആ ഒരു ദൈവമാണ്. പണ്ട് മരുഭൂമിയിൽ വെച്ച് ജനങ്ങൾ ആവശ്യമുള്ളത് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിഞ്ഞു കൊടുത്ത്, അത് വിശന്നപ്പോൾ ഭക്ഷിക്കാനായി സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തൊരു ദൈവമാണ്. പിശാചിനറിയാം, യേശുവിനറിയാം. അപ്പോൾ അതുപോലൊരു പരിപാടി എന്തെങ്കിലും ചെയ്യുക, എന്തിനാണ് നീ ഇങ്ങനെ വിശന്നിരിക്കുന്നത് എന്നാണ് സാത്താൻ ചോദിച്ചത്. അപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഇതാണ് വചനം, ദൈവവചനം പറയുകയാണ്. യേശുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവവചനം, ആത്മാവിനെ ശക്തിപ്പെടുത്തിയ ദൈവവചനം യേശു സാത്താനോട് പറയും. എന്താ പറഞ്ഞ വചനം? അപ്പോൾ അവൻ പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബൈബിളിൽ എവിടെയോ ഉണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ആ വചനം നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായമാണ്. പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആവർത്തന പുസ്തകം നിയമാവർത്തനം 8-ാമത്തെ അധ്യായം 3 ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും, മരുഭൂമിയിലോട്ട് പോകുമ്പോഴാണ്, നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തു. അവിടെയാണ് പറഞ്ഞത്, ഈശോ പറഞ്ഞു, അടുത്ത വചനമാണ് ഈശോ സാത്താനോട് പറഞ്ഞത്, മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കാൻ വിടുകയും ചെയ്തു. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിക്കീറുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. മരുഭൂമിയിൽ അന്ന് അവർക്ക് മന്ന കൊടുത്തപ്പോൾ അവരെ ദൈവം അതിലൂടെ ചെന്നാൽ യേശു ക്രിസ്തു അതെല്ലാം അറിയാവുന്ന കർത്താവ് പറയണം, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുക, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം അതാണ്. വീണ്ടും യേശുവിനെ ഉയർന്ന ഒരു മലയുടെ മുകളിൽ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ സകല ആഡംബരങ്ങളും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടു. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണത് മനുഷ്യന് കൊടുത്തതാണ്, ആദത്തിന് കൊടുത്തതാണ് ലോകം അതിലുള്ളതെല്ലാം, സൃഷ്ട ജീവജാലങ്ങളെ മുഴുവനും. പക്ഷെ ആദവും ഹവ്വായും പാപം ചെയ്ത് സാത്താന്റെ അടിമത്തിലേക്ക് പോയത് കൊണ്ട് ആദത്തിനും ഹവ്വായ്ക്കും ദൈവം കൊടുത്തത് മുഴുവൻ ഇപ്പോൾ സാത്താന്റെ കൈക്കലാണ്. ഓർത്ത് നോക്കണം, ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ ആദത്തിന് ഹവ്വായി. ആദം അതിന് പേരിട്ടെന്നാ പറയുന്നത്, ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ല, ആദം പേരിട്ടതല്ല, അവൻ്റേതായി മാറി എന്ന് പറയും. നമ്മുടെ സ്വന്തമായി നമ്മൾ പേരിടുന്നു. ഈ പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും മുഴുവൻ ആദത്തെ ഏൽപ്പിച്ചത്, ആദം പാപം ചെയ്ത് സാത്താന്റെ അടിമത്തത്തിലായപ്പോൾ പ്രപഞ്ചവും അതിലുള്ളത് മുഴുവനും സാത്താന്റെ അടിമത്തത്തിലായി. ആദത്തിന്റെ ഹവ്വായുടെയും വീഴ്ച എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടു. വഞ്ചിച്ചാണ്, നുണ പറഞ്ഞാണ്. അവൻ യോഹന്നാൻ 8 ഈശോ പറഞ്ഞു, അവൻ നുണയുടെ പിതാവുമാണ്, ആദ്യം മുതലേ കൊലപാതകിയാണെന്ന്. നുണ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്,
ലൂക്ക 4:8 നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടു. ഒന്നാമത്തെ കൽപ്പന. നിയമാവർത്തനം 20 ഒന്നാമത്തെ കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, അവനെ മാത്രമേ നീ ആരാധിക്കാവൂ. എന്നെ വീണ് ആരാധിക്കുക എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ആ ദൈവവചനം, നമുക്കും ദൈവവചനം അറിയണം. നമ്മളതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ചുമ്മാ നമ്മൾ ബൈബിളിലുണ്ടെന്ന് അറിയാം, അവിടെ ഇവിടെയൊക്കെ കൊട്ടേഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ നല്ല ബോധ്യത്തോടെ അറിവുണ്ടായിരിക്കണം. ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നോമ്പ് കാലത്ത് വാർഷിക ധ്യാനങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ദൈവവചനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹൃദയത്തിലും അതരത്തിലും വചനം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച യേശു വചനത്തിൻ്റെ വാള് കൊണ്ട്, വചനമാകുന്ന വാള് കയ്യിലെടുക്കുക എന്നാണ് സാത്താനോടുള്ള പോരാട്ടത്തിൽ ആത്മീയ സമരം എന്ന് പറയുന്നത്. എഫേസ്യസ് 6 പൗലോസ് പറയുന്നതാണ്. വചനത്തിൻ്റെ വാള് കയ്യിലെടുക്കണം തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട്. അല്ലെങ്കിൽ വചനത്തിൻ്റെ വാള് കയ്യിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ വചനമാകുന്ന ആയുധം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അതരത്തിലും മനസ്സിലും ചിന്തകളിലും ഉണ്ടായിരിക്കണം. ഇതിൽ നമ്മൾ വീണുപോകും. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകും നമ്മൾ. അത് കഴിഞ്ഞ് പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. ഇതാണ് പ്രലോഭനങ്ങളാണ് മുഴുവനും. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നോക്കണം, സാത്താൻ, നമുക്കറിയാവോ ഈ വചനമൊക്കെ എവിടെയാന്ന്? സാത്താൻ ഈ വചനം മുഴുവൻ അറിയാം. ഓർത്ത് നോക്കണം. നമ്മൾ പലപ്പോഴും ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ കുർബാന നമുക്ക് വിശ്വാസമല്ല. അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് യേശു അന്ന് രാത്രി പെസഹ രാത്രി പറഞ്ഞപ്പോൾ അത് കുദാശിയായി മാറി. സാത്താൻ അറിയാം, നീ പറഞ്ഞാൽ ഈ കല്ലുകൾ, നീ പറഞ്ഞാൽ അപ്പമാകും എന്ന് പറയും. സാത്താൻ അറിയാം യേശു എന്ത് പറഞ്ഞാലും അത് അങ്ങനെ ആയിത്തീരുമെന്നാണ്. പെസഹ രാത്രിയിൽ അപ്പം എടുത്തുകൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ശരീരമായി. അത് നമുക്ക് വിശ്വാസമുണ്ടോ? വിശുദ്ധ കുർബാന യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് വിശ്വാസമുണ്ടോ? പലപ്പോഴും ഇല്ല. പിശാചിനറിയാം. അതുകൊണ്ടാണ് സാത്താനെ ആരാധിക്കുന്നവരൊക്കെ ഇന്ന് വിശുദ്ധ കുർബാന കൂദാശ അർപ്പിച്ച്, അല്ലെങ്കിൽ കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച കൂദാശയായി മാറിയ തിരുവോസ്തി അപഹരിച്ചു കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ശരീരമാണെന്ന്, ഭൂമിയിലെ ജീവിക്കുന്ന സാന്നിധ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവനെ പീഡിപ്പിക്കാൻ സാത്താൻ സേവക്കാർ കൊണ്ടുപോകുന്നത് വിശുദ്ധ കുർബാനയാണ്. കൂദാശ അർപ്പിച്ച വിശുദ്ധ കുർബാന. പിശാചിനറിയാം, നമുക്കിന്ന് അറിയില്ല. പറയുന്നത് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തെ കൂദാശയായി അവൻ പെസഹ രാത്രി പറഞ്ഞ അതേ വാക്കല്ലേ, ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു പറയുമ്പോൾ ഇങ്ങനെ ശരീരവും രക്തവും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയല്ല. കുർബാനയ്ക്കിടയിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ കൂട്ടിക്കലർത്തുന്നൊരു പ്രക്രിയയുണ്ട്. ഈ രക്തവും ശരീരവും കൂട്ടിക്കലർത്തുന്നത് അവൻ്റെ ജീവൻ്റെ, അവൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട്. അപ്പോൾ ശരീരവും രക്തവും എന്ന് പറയുമ്പോൾ അവൻ്റെ കൂട്ടിക്കലർത്തിയ ജീവൻ, ഉത്ഥാനം ചെയ്ത ശരീരവും ആത്മീയമായിട്ട് കൂട്ടിക്കലർത്തപ്പെട്ട അതിന് ശരീരവും രക്തവും. ഞാനിങ്ങനെ പറയാറുണ്ട്, രക്തം ശരീരത്തിന് പുറത്ത് രക്തത്തിന് ജീവനില്ല, അല്ലേ? ശരീരത്തിന് പുറത്ത് ഒഴുകിപ്പോയ രക്തം അവിടെ അത് ചത്തുപോയി, അതിന് ജീവൻ പ്രയോജനമില്ല. അതുപോലെ രക്തം ഉള്ളിലില്ലാത്ത ശരീരത്തിനും ജീവനില്ല. അപ്പൊ ജീവനുള്ള അപ്പം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ശരീരം, ആത്മീയമായിട്ട് ഉത്ഥാനം ചെയ്ത യേശുവിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. സത്യമായിട്ടും ജീവിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണത്. ഈ കൂട്ടായ്മയ്ക്ക് നല്ലതായിട്ട് അറിയാം. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈശോ എന്ന് ഇറങ്ങി വരണമേ, ഈ രോഗിയുടെ മേൽ നിന്റെ കൈവെക്കണമേ എന്ന് പറയുമ്പോൾ എത്രയോ അത്ഭുതങ്ങളെ കൂട്ടായ്മ കണ്ടിട്ടുണ്ട്. അതെ, നമ്മൾ വിശ്വസിക്കണം. ഈ നോമ്പിലൂടെങ്കിലും പോകുമ്പോൾ നമ്മൾ അവൻ്റെ വാക്കിൽ വിശ്വസിക്കണം, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഈ പരീക്ഷയുടെ സമയത്ത് ഇത് സങ്കീർത്തനം 91 വചനമാണ് ഈ സാത്താൻ പറഞ്ഞു വെച്ചത്. 11:12 കർത്താവ് എന്ന അത്യുന്നതന്റെ മറവിൽ. ഇന്നത്തെ നമ്മുടെ സങ്കീർത്തനം അത് തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൂതന്മാരോട് കൽപ്പിക്കുക, അവർ നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ നിന്നെ കരങ്ങളിൽ വഹിച്ചുള്ളൊക്കെ. സങ്കീർത്തനം 91:11-12 വചനങ്ങളാണ് സാത്താൻ പറഞ്ഞത്.
യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിയമാവർത്തനം 61 അത് പറയുന്നുണ്ട്, 16-ാമത്തെ വചനത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അപ്പോൾ പിശാച് അവനെ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക്, തൽക്കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്നാണ്. തൽക്കാലത്തേക്ക് യേശുവിനെ പരീക്ഷിച്ച് അതേ സാത്താൻ ഇന്ന് നമ്മളെയും എപ്പോഴും പരീക്ഷിക്കണം. നമ്മുടെ ആത്മാവിനെ തളർത്തിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾ, നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും കൈ നീർത്തി അടിക്കുമെന്ന് പറയുന്നതും ഒക്കെ സാത്താനാണ്. യേശുവിൻ്റെ വചനം നമ്മളിൽ നിന്ന് അകന്നുപോയി. നമ്മൾ ഈ സമയത്ത് മാനസാന്തരപ്പെടേണ്ടത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി, നമ്മളുടെ മാതാപിതാ, നമ്മുടെ മക്കൾ, ഇവരോടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ കോപവും വാശിയും വൈരാഗ്യവും ഒക്കെ മുമ്പിൽ വരുന്നത്. അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവമേ, നിൻ്റെ വചനമനുസരിച്ച് ഒന്ന് കീഴടങ്ങാൻ, നിൻ്റെ വചനം, എൻ്റെ ശരീരവും എൻ്റെ മനോഭാവങ്ങളുമാണല്ലോ എന്നെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നയിക്കാനായിട്ട് അതിനുള്ള കൃപ തരണമേ എന്ന്. അതെ, ഇന്ന് സുവിശേഷത്തിൽ ഈ പരീക്ഷണങ്ങളുള്ളപ്പോൾ ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമുക്ക് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ആഗ്രഹം നല്ല ആരോഗ്യം വേണം, പിന്നെ നമുക്ക് നല്ല സമ്പത്ത് വേണം, നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ മേലും പിശാച് കൈവെക്കും. നമ്മൾ ജോബിനെ കാണുന്നുണ്ട്. ജോബിന് ദൈവം കൊടുത്ത സമ്പത്തിന്റെ മേലും മക്കളുടെ മേലും ആരോഗ്യത്തിന്റെ മേലുമാണ് പിശാച് കൈവച്ചത്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ പിശാച് തൊടാതിരിക്കാൻ ആ മേഖലയിൽ നമ്മൾ ദൈവവചനം ഉണ്ടായിരിക്കണം. ദൈവവചനത്തിന്റെ വേലി കെട്ടണം. അവിടെയും ദൈവവചനം കൊണ്ട് വേലി കെട്ടുമ്പോൾ മാത്രമേ പിശാച് അങ്ങോട്ട് കയറാതിരിക്കത്തുള്ളൂ. ഇന്ന് 1-ാമത്തെ വായനയില് നിയമാവർത്തന പുസ്തകത്തില് ഈ ഒരു മേഖലയെക്കുറിച്ചാണ്. ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഈ സമ്പത്തുണ്ടല്ലോ, അത് പിശാച് തൊട്ട് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയത് ദൈവവചനം ആ മേഖലയിലുണ്ട്. അതായത് നമുക്ക് തന്ന സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവനിയമം, ദൈവത്തെയും മറ്റുള്ളവരെയും, ദൈവത്തെ സ്നേഹിക്കുക, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. സമ്പത്ത് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, സമ്പത്ത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനയാണല്ലോ എല്ലാത്തിനും നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മുടേത് മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ വെക്കുമ്പോൾ ആ മേഖലയിൽ നമുക്ക് ദൈവവചനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് 1-ാമത്തെ വായന ഇങ്ങനെയാണ്, വിളവുകളുടെ ആദ്യ ഫലം എന്നാണ്. നിയമാവർത്തനം 26 പറയണം, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് എന്ന് അത് ഇച്ചിരി മുമ്പോട്ട് വായിക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. താഴെയുള്ള വചനമാണ് തുടങ്ങുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറെ എടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ദേവാലയം എന്ന് പറയും, ദൈവാലയത്തിലേക്ക് സമർപ്പിക്കണം. ദൈവത്തിന് നമ്മുടെ ആവശ്യമില്ല, പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആബേലിൻ്റെയും കായേൻ്റെയും ബലി നമുക്കറിയാം. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ലതിനെ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെയാണ് ദൈവത്തിന് ബലിയർപ്പിച്ചത്. കായേനാകട്ടെ തൻ്റെ വിളവുകളുടെ നല്ല ഭാഗമൊക്കെ എടുത്തിട്ട് തനിക്ക് വേണ്ടാത്ത കുറേയൊക്കെ എടുത്ത് ദൈവത്തിന് ബലി അർപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ ബലി, നമ്മുടെ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിന് ബലി എന്ന് പറയുമ്പോൾ ഇത് ഒരു മേഖലയാണ്. പ്രിയമുള്ളവരെ, സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്തെന്ന് നീ ഇപ്രകാരം പറയണം, ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ വെക്കട്ടെ. പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടി അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശി, യാക്കോബിനെ കുറിച്ചാണ്, അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്വം ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്നയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി
മഹാമാരികൾ അയച്ചുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ അവിടുന്ന് അവരെ മോചിപ്പിച്ചു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കാനാൻ ദേശത്തേക്ക് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. നമ്മൾ ഇന്ന് വസിക്കുന്ന അമേരിക്കയോ സുഭിഷ്ടമായി നമുക്ക് ഉണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ദേശത്ത് എവിടെയും ആയിക്കൊള്ളട്ടെ, ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ദാനമാണ്. തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. ആകയാൽ കർത്താവേ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യഫലം, അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള സമ്പത്തിന്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അനന്തരം കുട്ടൻ നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം. നമ്മുടെ സമ്പത്ത് ഇന്ന് നമുക്ക് അനുഗ്രഹമല്ലാതെ പോകുന്നെങ്കിൽ നമ്മൾ ദശാംശം കൊടുക്കുന്നില്ല, അല്ലേ? ഈ ദശാംശം ദൈവത്തിന് എന്തിനാ? ദൈവത്തിന് നമ്മുടെ പണമൊന്നും ആവശ്യമില്ല. പക്ഷേ ദൈവമായ കർത്താവ് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ റേഷൻ എന്ന് ഞാൻ പറയും. റേഷൻ കടയില്ലേ നാട്ടിലൊക്കെ, ഡിസ്ട്രിബ്യൂഷൻ, ദൈവത്തിൻ്റെ റേഷനാണ് നമ്മുടെ ദശാംശം. നമുക്കുള്ള സമ്പത്തിൻ്റെ ദശാംശം 10 അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യം. നമ്മളുടെ സമ്പത്തിൽ നിന്നും അത് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള അതിൻ്റെ 10 നമ്മൾ എല്ലാ മാസവും നമ്മളത് ചെയ്യണം. നമ്മൾ അതിന് പ്രത്യേക ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം. എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് അത് മാറ്റിയിടണം. അത് നമ്മുടെ സ്വന്തക്കാർക്കോ നമുക്ക് വേണ്ടിയല്ല, അത് അന്യർക്ക് വേണ്ടി. വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് തോന്നിക്കുക, അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ പണമാണത്, നമ്മുടേതല്ല. അത് അവർക്ക് ആരെങ്കിലും നിവൃത്തിയില്ലാത്തവർക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മലാക്കിയുടെ പുസ്തകം 3 പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അന്ന് പറയുന്നുണ്ട്, മലാക്കി 3:7 പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. അല്ല, ഈ നിയമാവർത്തനം 26 കേട്ട ആ ഒരു മേഖലയാണ്. ദൈവ മുമ്പിലേക്ക് നമ്മൾ കാഴ്ച കൊണ്ടുവന്നില്ല, നമ്മൾ കിട്ടിയതിൻ്റെ ഓഹരി ദൈവ മുമ്പിൽ കൊണ്ടുവന്നില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ദേവാലയത്തിൽ കൊണ്ടുവരുന്നത് ദേവാലയ ശുശ്രൂഷയ്ക്കും അവിടെ വരുന്ന മറ്റുള്ള അനേക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, നമുക്കും നമ്മുടേതായ രീതിയിൽ നമുക്ക് ദശാംശത്തിൻ്റെതായ അക്കൗണ്ടുകളൊക്കെ തുടങ്ങിയിട്ട് നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി ആർക്കും നിവൃത്തിയില്ലാതെ കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളുടേതാണ് കൊടുക്കുന്നത്. പലപ്പോഴും ദശാംശം കൊടുക്കുന്നത് നമ്മളുടേതായിട്ടാണ്. നമ്മൾ കൊടുത്തു, ഇന്നാര് തന്നു, അല്ലേ? കൊടുക്കുന്നവർ പറഞ്ഞ് ഇന്നാര് തന്നു എന്ന് പറഞ്ഞ് നമ്മൾ സംതൃപ്തി അടയാണ്. ദൈവത്തിന് മഹത്വം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിനായി മാറ്റിവെച്ചത് നമ്മൾ കൊടുക്കുമ്പോൾ പറയേണ്ടത്, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്നതാണ്. ദശാംശത്തിൻ്റെ അനുഗ്രഹം അവിടെയാണ്. നമ്മുടെ എല്ലാവർക്കും കൊടുക്കുന്നത് നമ്മൾ കൊടുത്തു, നാട്ടുകാരുടെ വീട്ടിൽ എല്ലാവരും ഇന്നാര് തന്നു, അവിടെ നമുക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. അപ്പം നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ പറയും, നമുക്കൊരു മഹത്വവും കിട്ടാത്ത രീതിയിലുള്ള നമ്മുടെ സമ്പത്തിൻ്റെ വിനിയോഗിക്കലാണ് ദശാംശമായിട്ട് മാറുന്നത്. ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക്. എന്താണ് വചനം? ഈ മേഖലയിൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? ദൈവം പറയാണ്, മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. മലാക്കി 3:8 മുതൽ. എങ്ങനെയാണ് ദൈവത്തെ ഞങ്ങൾ കൊള്ളയടിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നമ്മുടെ സമ്പത്തിൻ്റെ ദൈവത്തിനായാലും മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ ഒരു ഓഹരി നമ്മൾ കൊടുക്കാതെ നമ്മളത് ആസ്വദിക്കുകയാണ്. നമ്മളതുകൊണ്ട് അടിച്ചു പൊളിക്കുകയാണ് എന്ന് പറയുന്ന, നമ്മൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണ് നമ്മുടെ ആ ദശാംശം എടുത്തു വെച്ചുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവനും കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ആണ്. ദൈവ ആലയത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യരാണ് ദൈവ ആലയം. നമുക്കറിയാം, അനേക ഭക്ഷണം നിവൃത്തിയില്ലാത്ത അനേക ജീവിതങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ദശാംശം മാറ്റിവെക്കുന്നു. ഞാൻ നിങ്ങൾക്കായി അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന അനുഗ്രഹം വർഷിക്കുകയില്ലേ? നിങ്ങൾ പരീക്ഷിക്കുക. ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ ഇന്ന് ഒറ്റ കാര്യമാണ്, നിങ്ങളെ പരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുക. നമ്മളത് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഉറപ്പ് തരാൻ വേണ്ടി അത്രയും തീക്ഷ്ണമായ ഒരു ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും. അന്ന് കൃഷി ആയിരുന്നെങ്കിൽ, ഇന്ന് കൃഷിസ്ഥലമാണെങ്കിൽ നമുക്ക് കൃഷി ശരിയാകുന്നില്ലെന്ന് പറയുന്ന മേഖല നമ്മുടെ ദശാംശം കൊടുക്കുന്നില്ല, ദൈവത്തിനായി മാറ്റി വെക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കൃഷിയൊന്നും ശരിയാകുന്നില്ല.
എല്ലാം ചുമ്മാ നശിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയുമില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നമ്മളിന്ന് ആരെങ്കിലുമൊക്കെ അനുഗ്രഹം അവരുടെ നല്ലതല്ലേ. ആബേല് അനുഗ്രഹിക്കപ്പെട്ടത് കണ്ട് കായന് അസൂയ തോന്നി. നമുക്ക് ഇന്ന് അങ്ങനെയാണ്. ആരെങ്കിലുമൊക്കെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമ്മൾ ദൈവവചനം പാലിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടാതെ, ദൈവവചനം പാലിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് കൊണ്ട് അസൂയപ്പെടുന്നവരാണ്. നമ്മൾ കായന്റെ സ്വഭാവക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് അനുതാപം ഉണ്ടാകേണ്ടത്. ദൈവമായ കർത്താവ് കായനോട്, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നീയും ഉചിതമായി പ്രവർത്തിച്ചാൽ, നീയും ദൈവഹിതം അനുസരിച്ച് നിന്റെ സമ്പത്തും മറ്റുള്ളവരോടൊക്കെ നിന്റെ ഇടപെടൽ നീ ദൈവവചനം അനുസരിച്ച് ചെയ്താൽ നീയും അനുഗ്രഹീതനാവുകയില്ലേ എന്നാണ് ഇന്ന് കായനോട് ചോദിച്ചത്. ഇനി നമ്മളോട് അത് തന്നെ എഴുതി. എന്തിനാണ് അസൂയപ്പെടുന്നത്? അവർക്കുണ്ടെങ്കിൽ അവര് ദൈവവചനം പാലിച്ചത് കൊണ്ടാണ്. അത് ദൈവത്തിന് ദശാംശം കൊടുത്തത് കൊണ്ടാണ്. ചുമ്മാ ഒന്നുമല്ല ദൈവം അവരെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ദേശം അവർ അനുഗ്രഹീതരെന്ന ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ ദൈവവചനം വെറും ചടങ്ങ് പോലെയല്ല. ഇന്ന് രണ്ടാമത്തെ വായനയിൽ നിന്ന് ഓർപ്പിക്കുന്നത് റോമർ 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ബൈബിളിലുണ്ട്. പിന്നെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ വചനം റോമർ 10:8 വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അതരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വചനം. അതില് ജെറമ്യാ 30 നിന്റെ ഹൃദയത്തിൽ ദൈവവചനം എഴുതിയിട്ടുണ്ടെന്ന്. പത്രോസും പറഞ്ഞു, മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ കൈ കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വചനം പാലിച്ചുകൊണ്ട് നമ്മള് നിന്റെ വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അതരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. അതായത് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവവചനം പാലിക്കുവാനായിട്ടാണ് വിശുദ്ധ പറയണം. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അതരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും അല്ലേ, യേശു കർത്താവാണെന്ന് നമ്മൾ ഞാൻ ഇന്നലെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ്. നമുക്കിത് പറയാം, അത് എല്ലാവരുടെയും മാർപ്പാപ്പായ വചനപ്രകാരം അല്ല. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ യേശു കർത്താവാണെന്ന്, നമ്മുടെ ജീവിതത്തിലെ ദൈവമാണ് അനുഗ്രഹിച്ചു നമ്മൾ കാണുന്നവരുടെ എല്ലാം പറയണത്. അതാണ് നമ്മുടെ ആദരങ്ങൾ. ഇതാണ് പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്നാൽ കർത്താവിന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ കർത്താവ്, അവിടുന്നാണ് എന്നെ അനുഗ്രഹിച്ചതെന്ന് നമ്മൾ പറയണം. നമ്മളുടെ രക്ഷയും മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അവർക്കും രക്ഷ കിട്ടാനുള്ളൊരു വഴിയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ശരീരത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാൻ സാത്താൻ പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവവചനം പാലിക്കുക. സങ്കീർത്തനം 91 പ്രതീക്ഷ ഓർപ്പിച്ചതുപോലെ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്താ പറയുന്നത്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന, എൻ്റെ ആശ്രയം എൻ്റെ ധനമല്ല, ചുറ്റുപാടുമുള്ള ആൾക്കൂട്ടമല്ല, രാഷ്ട്രീയ സ്വാധീനമല്ല, ദൈവമാണ് എൻ്റെ ആശ്രയം എന്ന് ഞാൻ പറയും. ഇത് ദൈവത്തിന്റെ വാക്കാണ് പ്രിയമുള്ളവരെ. നീ കർത്താവിൽ ആശ്രയിച്ചു. സംഗീതം 99 നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ, ഇത് തന്നെ ഈ വചനമാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. അതാ യേശു പറഞ്ഞത്. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടിൽ ലൂക്കാ 10:19 സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടെ ചവിട്ടി നടക്കാനുള്ള അധികാരം യേശുവിന്റെ ആത്മാവ് നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ നീ സിംഹത്തിന്റെ അണിലിന്റെ മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ, ദൈവസ്നേഹവും പരസ്നേഹവും. അവൻ ബാക്കിയെല്ലാം ഉണ്ട്, സ്നേഹമില്ലെങ്കിൽ വെറുതെയാണെന്ന് പൗലോസ് പറഞ്ഞതാണ്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ദൈവസ്നേഹവും പരസ്നേഹവുമായ ദൈവത്തോട് ചേർന്ന് നീക്കാൻ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കുകയും അവനെ മോചിപ്പിക്കുകയും ചെയ്യും.
മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈ ഭൂമിയിൽ ഇന്നും നമ്മളെ അനുഗ്രഹിക്കാൻ കൂദാശിയായി മാറിയ വചനത്തിലൂടെ എൻ്റെ ശരീരമാകുന്ന അപ്പമെടുത്തുകൊണ്ട് പെസഹ രാത്രി പറഞ്ഞ അന്ന് കൂദാശിയായി മാറിയ ഈ ഞായറാഴ്ച ദിവസം വിശുദ്ധ ബലിയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇതെന്റെ ശരീരമാകുന്ന യേശു പറഞ്ഞ അതേ വചനം പുരോഗതിന് ഉച്ചരിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ കൂദാശിയായി എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദീപകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.